ഹായ് നമസ്കാരം. ജർമ്മനി FSD വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻ ഇല്ലാതെ എങ്ങനെ മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. യെസ്, ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്. മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമതായി മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷൻസ്, ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ്, ആൻസിപ്പേറ്റഡ് കരിയർ, അതുപോലെ തന്നെ പേഴ്സണൽ ബെനിഫിറ്റ്സ്, ഫ്യൂച്ചർ പ്ലാൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് നമ്മൾക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മളുടെ എക്സ്പെക്ടേഷൻസ് ആണ് എഴുതേണ്ടത്. രണ്ടാമതായിട്ട് നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ലെവൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ജർമ്മനിയിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഉയർത്താനായിട്ട് അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിനും ഈ ഒരു പ്രോഗ്രാം എങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. നാലാമത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ലോങ് ടൈം ഗോൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങളാണ് ഈ ഒരു മോട്ടിവേഷൻ ലെറ്ററിൽ ഉൾപ്പെടുത്തേണ്ടത്. വൈ, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. 2, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്, എന്താണ് നിങ്ങൾ ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. 3, നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെയുണ്ട്, വളരെ നല്ലതാണോ, അതുപോലെ നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് ലെവൽ ഏതാണ്. അതുപോലെ നാലാമത്തേത് വരുന്നത് നിങ്ങളുടെ കരിയറിനെയും പേഴ്സണൽ ലൈഫിനെയും ഈ ഒരു പ്രോഗ്രാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അഞ്ചാമത് വരുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യും. ഈ 5 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനി FSD വിസയുടെ മോട്ടിവേഷൻ ലെറ്ററുമായി ബന്ധപ്പെട്ട വിസ റിജക്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ സഹായം ആവശ്യമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.